വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ 2024-2025 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1/2024 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവിലോ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ജസ്റ്റ് മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽസും നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അവിടെ ഫോൾഡർ വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണം എന്ന ആഗ്രഹമുള്ളവരും എന്ത് ചെയ്യും, ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യും. 500 രൂപയാണ് കേട്ടോ നമ്മൾ ഫീസ്. 3 months ആണ് വാലിഡിറ്റി പറയുന്നത്. പക്ഷേ വാലിഡിറ്റി അനുസരിച്ച് നമ്മളത് ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് 1/2024 ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Banking Regulation Act was made applicable to cooperative banks from which year? ഏത് വർഷം തൊട്ടിട്ടാണ് ബാങ്കിങ് BR ആക്ട് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടി ആപ്ലിക്കബിൾ ആയത് എന്നാണ് ചോദ്യം. അപ്പോൾ വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വർഷവും ഡേറ്റും എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ തന്നിട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ ആ വർഷം മാത്രം എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്ത് പഠിക്കാം. എന്നാണ് 1966 മുതലാണ് നമുക്ക് എന്ത് ചെയ്യാം, BR ആക്ട് നമുക്കും കൂടി, അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള നമ്മുടെ പഠന സംബന്ധം കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണല്ലോ. അതുകൊണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം വിച്ച് ഇയർ എന്ന് ചോദിച്ചാൽ 1966 ആണ്. 65 ശരി. 66 പ്രാബല്യത്തിൽ വരുന്നു. 65 അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളൊക്കെ വന്നിട്ടുള്ളത്. 1/3/1966 കേട്ടോ. അങ്ങനെ ഒരു ഡേറ്റ് വെച്ച് പഠിക്കുമ്പോൾ 1/3/1966 എന്തായത്, അത് കെയിം ടു ഫോഴ്സ് ആയത് കേട്ടോ. ശരിക്കും BR ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇറ്റ് ഷാൾ കം ഇൻ ടു ഫോഴ്സ് ഓൺ 16 March 1949 ആ ഡേറ്റും പഠിക്കണം. എനാക്ട് ചെയ്ത ഡേറ്റ് പഠിക്കുകയാണെങ്കിൽ March 10 കേട്ടോ. 2 ഡേറ്റും പഠിച്ചു വയ്ക്കാം. എനാക്ട് ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1949 March 10 എന്നും, കെയിം ഇൻ ടു ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 1949 March 16 എന്നും പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് നോക്കുമ്പോൾ 1965 അതുപോലെ തന്നെ 1/3/1966 നോക്കുക. ഓക്കെ, ഇത്രയും ഈ 3 ഡേറ്റും നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ BR ആക്ട്? BR ആക്ടിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആവുമെന്ന് നമുക്കറിയാതില്ല. പ്രൈവറ്റ് സെക്ടർ ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്കും റീജിയണൽ റൂറൽ ബാങ്കും ഒക്കെ എന്താണ്, BR ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവീസ് സഹകരണ ബാങ്കുകളും എന്തില്ല, ഈ ഒരു പെർവ്യൂവിൽ വരുന്നില്ല. എന്നാൽ വരുന്ന ബാങ്കുകളുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ദാറ്റ് കണ്ടക്ട് ബാങ്കിങ് ബിസിനസ്, അതായത് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ UCBസും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ് എന്ത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. ഏതൊക്കെ ബാങ്കുകളാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളും കേട്ടോ. അവരാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളും ഇന്ത്യയിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നവയാണ്. ഓക്കെ. അതുകൂടാതെ അതാത് റെലവൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്റ്റേറ്റിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടാവുമല്ലോ, അതും എന്ത് ചെയ്യണം, ഇവർ ഫോളോ ചെയ്യണം കേട്ടോ. രണ്ടും ഫോളോ ചെയ്യണം, അതാണ് പറയുന്നത്. പ്രത്യേകിച്ച് സെക്ഷൻ 3 ഏതൊക്കെ വേണ്ട എന്ന് പറയുന്നത് സെക്ഷൻ 3 BR ആക്ടിൻ്റെ സെക്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും അതുപോലെ ലോങ് ടേം വായ്പകൾ കൊടുക്കുന്ന നമ്മുടെ പി കാർഡ് ബാങ്കുകളില്ലേ, കേസ് കാർഡും പി കാർഡും പോലത്തെ അങ്ങനത്തെ സംഭവം എന്തില്ല, ഈ ഒരു കോപ്പറേറ്റീവ് അങ്ങനത്തെ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു BR ആക്ട് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും ലോങ് ടേം ഫിനാൻസ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്ന സൊസൈറ്റികളും വേണ്ട, അവർ വേണ്ട. പ്രത്യേകിച്ച് അവർ ബാങ്കർ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല, ചെക്ക് ഡ്രോ ചെയ്യാനും പാടില്ല കേട്ടോ. ഇത് പറയുന്നത് സെക്ഷൻ 3 ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം.
അപ്പോൾ ഏതിനൊക്കെ ആവാമെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഏതിനൊക്കെ ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ബാധകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് കം അണ്ടർ ദ പർവ്യൂ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. സെക്ഷൻ 3 നോക്കുകയാണെങ്കിൽ ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് പ്രൈമറി ഒബ്ജക്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് പ്രൊവൈഡിങ് ലോങ് ടേം ഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അവർക്ക് ഇത് വേണ്ട. കൂടാതെ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ പേരിൻ്റെ കൂടെ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പാടില്ല. അവർ ഡ്രോയി ഓഫ് ചെക്കായി ആക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ബാങ്കിങ് കമ്പനീസിന് പറയുന്നതാണ്. നമ്മുടെ BR ആക്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്നും. 16 ഷെഡ്യൂളുകളാണുള്ളത് കേട്ടോ. 12 ഷെഡ്യൂൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതും ബാക്കി 4 എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പിന്നെ ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോവാം. ഇവിടെ വന്നിട്ടുള്ളത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് സെക്ഷൻ 12 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കാം, എഴുതിത്തോളൂ കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ചു പഠിച്ചോളൂ കേട്ടോ. ഷെഡ്യൂൾ 1 പറയുന്നത് ക്യാപിറ്റലാണ്. ഷെഡ്യൂൾ 2 പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സ് ആണ്. ഷെഡ്യൂൾ 4 ബോറോയിങ്സ് ആണ്. 5 പറയുന്നത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. 6 പറയുന്നത് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBIയിലുള്ള ക്യാഷും ബാലൻസസും. 7 പറയുന്നത് ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിലുള്ള ബാലൻസസ്. 8 ഇൻവെസ്റ്റ്മെൻറ്റ്, 9 അഡ്വാൻസസ്, 10 ഫിക്സഡ് അസറ്റ്, 11 അതർ അസറ്റ്സ്, 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ 12 നമുക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിക്കാം, കാരണം പറയാൻ പറ്റില്ലല്ലോ, ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കാം, ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI പഠിക്കാം, എല്ലാം പഠിക്കാം. ഫിക്സഡ് അസറ്റ്സ് പഠിക്കാം. അതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഷെഡ്യൂൾസ് ഫോമിങ് പാർട്ട് ഓഫ് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 1 ക്യാപിറ്റൽ, 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്, 3 ഡെപ്പോസിറ്റ്, 4 ബോറോയിങ്സ്, 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, 6 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI, 7 ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, 8 ഇൻവെസ്റ്റ്മെൻറ്റ്, 9 അഡ്വാൻസസ്, 10 ഫിക്സ്ഡ് അസറ്റ്, 11 അതർ അസറ്റ്സ്, 12 കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ഇതെല്ലാം ബാലൻസ് ഷീറ്റ് ഫോം ചെയ്യാനുള്ള ഷെഡ്യൂൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഉള്ളിലും ഐറ്റംസ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് വരും എന്നുള്ളത് കേട്ടോ. ഫിക്സഡ് അസറ്റ് ഏതൊക്കെ വരും, അതർ അസറ്റ്സ് ഏതൊക്കെ വരും, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് അങ്ങനത്തെ ഉണ്ട്. അങ്ങനെ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇനി നമ്മൾ 13, 14, 15, 16 എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോം ചെയ്യുമ്പോഴുള്ള ഷെഡ്യൂൾസ് ആണ്. അത് ഇൻട്രസ്റ്റ് ഏൺഡ് ആണ് 13, 14 അതർ ഇൻകം ആണ്, 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡും, 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുമാണ് കേട്ടോ. അത് ചോദിച്ചു കണ്ടിട്ടില്ല. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസും അതുപോലെ ഉള്ള 1, 2, 3, 4 ആണ് പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ബാക്കി അപ്പോൾ എന്നാലും ബാലൻസ് ഷീറ്റിൻ്റെ കുറച്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇൻട്രസ്റ്റ് വേണ്ട 13, 14 അതർ ഇൻകം, 15 എന്താണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്, 16 എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഡാഷ് all financial institutions have to maintain a record for all form of transactions. Okay, അതായത് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇത്തരത്തിലുള്ള ഫോംസ് ട്രാൻസാക്ഷൻസിന് സംബന്ധിച്ച രേഖകൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആരെ അറിയിക്കണം. അപ്പോൾ അത് ഏത് പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ D ആണ് വരിക, അതായത് PMLA ആണ്. PMLA ആക്ട് 2002 നമുക്ക് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റ്സ്, FIU ഇൻഡ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ FIU ഇൻഡിൻ്റെ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരാണ് ശരിക്കും PMLA ആക്ട് പ്രകാരം അവരാണ് ഡീറ്റെയിൽസ്, ഈ ഒരു മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രോഡുകളും അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതായത് പണം വെളുപ്പിക്കുക, കള്ളപ്പണം എന്നൊക്കെ പറയില്ലേ നമ്മൾ,
അതിനെതിരെയുള്ള ശരിക്കും ഈ FIU നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ഹൈ പിന്നെ നല്ല ടഫായിട്ടുള്ള എക്സാംസിന്. അപ്പോൾ അങ്ങനത്തെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അങ്ങനത്തെ കേട്ടോ. അത് നമുക്ക് പിന്നെ വല്ലപ്പോഴും നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ധാരാളം നോക്കാറുണ്ട്. നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. PML Act ഈസ് എ ലെജിസ്ലേഷൻ എനാക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ലോണ്ടറിങ്, കള്ളപ്പണം തടയാനാണ്. കോൺഫിസ്കേഷൻ പ്രോപ്പർട്ടി ഡിറൈവ്ഡ് ഫ്രം ഇൻവോൾവ് ഇൻ മണി ലോണ്ടറിങ്ങിലൂടെയുള്ള സംഭവങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ജൂലൈ 2005 കെയിം ഇൻ ടു ഫോഴ്സ് വന്നിട്ടുള്ളത്. അതിന് മുമ്പേ വന്നു, പക്ഷെ എന്നിരുന്നാലും കെയിം ഇൻ ടു ഫോഴ്സ് വന്നിട്ടുള്ളത് 1 ജൂലൈ 2005. അപ്പോൾ PML Act വഴി ഈ FIന്റെ മേടിക്കുന്നുണ്ട് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ പ്രൊവിഷൻസ് പറയുന്നത് PML Actലാണ്. പിന്നെ അവർക്ക് റിപ്പോർട്ടുകൾ അയക്കണം. ഓക്കെ, റിപ്പോർട്ടുകൾ അയച്ചിട്ട് അവരത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ED ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരും, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. FIന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്ലിയറിംഗ് ഏജൻസി ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ക്ലിയർ ചെയ്യാൻ ഒരു ഏജൻസി ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. CCIL ആണ് അല്ലേ, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിൽ തന്നെ ക്ലിയറിംഗ് ഉണ്ട്, അവർ തന്നെയാണ് ക്ലിയറിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ. RBIയുടെ ഒരു നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ RBIയുടെ കൺട്രോളോട് കൂടിയിട്ടുള്ള സ്ഥാപനമാണ് CCIL. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് മുംബൈയിലാണ് ആസ്ഥാനം. ക്രൂഷ്യൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ എൻറ്റിറ്റിയാണ്. പ്രൊവൈഡിങ് ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റും. ഇത് മൂന്നും ഉണ്ട് കേട്ടോ. ക്ലിയറിംഗ് മാത്രമല്ല, ക്ലിയറിംഗ് ഉണ്ട്, സെറ്റിൽമെൻറ്റ് ഉണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റി GSECs, അതുപോലെ ഫോറക്സ് മാർക്കറ്റിലും ഡെറിവേറ്റ്സിലും സ്റ്റെബിലിറ്റി എഫിഷ്യൻസി ഉണ്ട് അവർക്ക്. അത് വെച്ചിട്ട് ഫോറക്സിലും ഡെറിവേറ്റീവ് മാർക്കറ്റ്സിലും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോളുണ്ട്. അവിടെയൊക്കെ ക്ലിയറിംഗ് നടത്തുന്നത് CCIL ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2001 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ടു പ്രൊവൈഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസസ് ഫോർ ഇന്ത്യാസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം അവർ ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്തൊക്കെ നോക്കുക എന്ന് വെച്ചാൽ CCIL എന്താണ്, ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2001, RBI ഫോംഡ് ചെയ്തു, പ്രൊവൈഡ് ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് സർവീസസ് ഫോർ ഇന്ത്യാസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് പറയുന്നത് എ ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുറത്തിറക്കിയ തീയതിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ചെക്ക് എഴുതി കൊടുക്കുന്നത് മെയ് 1 വിചാരിക്കാം. ഞാനൊരു ചെക്ക് എഴുതുന്നു, ഞാനത് മെയ് 1 ആ ചെക്ക് എഴുതുന്നു. പക്ഷെ ഞാൻ ഇടുന്ന ഡേറ്റ് മെയ് 15 അതിലിട്ട ഡേറ്റ് ഞാൻ 1 എഴുതുന്നത്, പക്ഷേ ഞാൻ മെയ് 15 ഇട്ടത്. അതെന്താ വെച്ചാൽ എനിക്ക് ഫണ്ട് അപ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അപ്പോഴേ ഫണ്ട് അക്കൗണ്ടിലേക്ക് കയറ്റാൻ പറ്റില്ല, അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം, അതുകൊണ്ട് ഞാൻ 15 ഇട്ടു. അതാണ് കേട്ടോ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് അതിനെ പറയുക. അങ്ങനത്തെ ചെക്കുകൾ എന്താണ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ്. അപ്പോൾ അപ്പോഴേ ബാങ്ക് മാറി കൊടുക്കുള്ളൂ. നമ്മൾ 2 തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് എന്തില്ല, കൊടുക്കില്ല കേട്ടോ. പോസ്റ്റ് ആ ഡേറ്റ് വരുമ്പോൾ മാത്രമേ അത് മാറാൻ പറ്റുള്ളൂ. അതാണ് ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ് കാൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഓക്കെ, അടുത്തത് പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ചെക്ക് ഈസ് പേയബിൾ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ആർക്കാണ് പൈസ കൊടുക്കുക? പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ചെക്ക് ഈസ് പേയബിൾ. ആർക്കാണ് പൈസ കൊടുക്കുക? ഡ്രോയർക്കാണോ? ആർക്കാ കൊടുക്കുക? പേയ്ക്കാണ് കൊടുക്കുക അല്ലേ. പേയ്ക്കാണ് നമ്മൾ പൈസ കൊടുക്കുക. പൈസ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പേയാണ്, ചെക്കിലെ പണം കൈപ്പറ്റുന്ന ആൾ. ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ടു ഹൂം എ ചെക്സ് എമൗണ്ട് ഈസ് പേയബിൾ ഈസ് കോൾഡ് പേയി. അതായത് ആരാണോ ആ ഫണ്ട് റെസിപ്പിയൻറ്റ്, ഫണ്ട് ബെനിഫിഷ്യറി, ആർക്കാണോ പൈസ കൊടുക്കുന്നത്, അതാണ് പേ ലൈനിൽ
അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഡ്രോവർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ റൈറ്റ്സ് ആൻഡ് ആരാണോ ചെക്കിൽ സൈൻ ചെയ്യുന്നത്, ഹി ഈസ് ദ പേഴ്സൺ ഡ്രോയർ. ഇനി ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാങ്ക് ആണ്, അവിടെ ബാങ്കാണ് ഡ്രോയി എന്ന് പറഞ്ഞാൽ. പേ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റിസീവിങ് മണി, ആരാണോ പണം സ്വീകരിക്കുന്നത് അവരാണ് ആര്, പേ എന്ന് പറഞ്ഞത്. അപ്പോൾ മൂന്നാളി മനസ്സിലായി, ഡ്രോവർ, ഡ്രോയി, പേ. The person who writes and signs the check, that is drawer. The bank on which the check is drawn, that is the bank drawee. The person or organization receiving the money, that is payee. Okay. അടുത്തത് വന്നിട്ട് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. താഴെ പറഞ്ഞിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ നെഗോഷിയേറ്റ് ബൈ യൂസേജ് ഓർ കസ്റ്റം, യൂസേജ് ഓർ കസ്റ്റം വഴി നെഗോഷിയേറ്റ് ചെയ്യുന്ന കസ്റ്റം, പരമ്പരാഗത രീതി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ, അക്കോമഡേഷൻ ബില്ലാണോ, പ്രോമിസറി നോട്ടാണോ, ഷെയർ വാറണ്ട് ആണോ ചോദിച്ചിട്ടുണ്ട്. ഷെയർ വാറണ്ട് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഷെയർ വാറണ്ട് എന്താണെന്ന് പഠിക്കാം. നമുക്ക് നോക്കാം ഷെയർ വാറണ്ട് എന്താണ്. ഷെയർ വാറണ്ട് ആണ് ഇവിടെ ഉത്തരമായി വന്നിട്ടുള്ളത് കേട്ടോ. നെഗോഷിയേറ്റഡ് ബൈ യൂസേജ് ഓർ കസ്റ്റം എന്നുള്ള വാക്ക് നിങ്ങൾ പഠിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, നെഗോഷിയേറ്റ് ബൈ യൂസേജ് ഓർ കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, നെഗോഷ്യബിൾ ബൈ യൂസേജ് ഓർ കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വാറണ്ട് ഉണ്ട് കേട്ടോ. ഷെയർ വാറണ്ട് റൈറ്റ് ടു ബൈ ഷെയർസ് ഇൻ ദ ഫ്യൂച്ചർ അതിനാണ് ഉപയോഗിക്കുന്നത്. പബ്ലിക് കമ്പനീസിൽ ഭാവിയിൽ അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റൈറ്റ് ടു ബൈ, അവർക്ക് ഫ്യൂച്ചറിലുള്ള ഷെയർസ് ബൈ ചെയ്യാൻ കൊടുക്കുന്നതാണ് ഷെയർ വാറണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് അല്ല, ഷെയർ സർട്ടിഫിക്കറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. പെയ്ഡപ്പ് ഓൺലി ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനാണ് കൊടുക്കുന്നത്. കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും, കുറച്ച് കുറഞ്ഞ വിലയ്ക്ക്, അതായത് നമുക്ക് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കുറച്ചിട്ടാണ് തരിക. നെഗോഷ്യബിൾ ആണ്, ട്രാൻസ്ഫേർഡ് ബൈ ഡെലിവറി ഉണ്ട്, അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ ഒരു വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് മെമ്പർ ആവാനുള്ള നമുക്കുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ്. ഹോൾഡർ മെമ്പർ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, സ്ട്രിക്റ്റ് ടൈം ലിമിറ്റും ഇല്ല, ഓപ്ഷണലാണ്. ഓക്കെ, അതാണ് ഷെയർ വാറണ്ട് എന്ന് പറഞ്ഞാൽ. റൈറ്റ് ടു ബൈ ഷെയർസ് ഇൻ ദ ഫ്യൂച്ചർ പബ്ലിക് കമ്പനീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്നിലാണ് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. എ ബാങ്കർ ഷുഡ് നോട്ട് റെഫ്യൂസ് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഇഫ്. ഒരു ബാങ്കർ ഷുഡ് നോട്ട് റെഫ്യൂസ് ചെയ്യില്ല, ചെക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പം റെഫ്യൂസ് ചെയ്യാത്ത സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ ചെക്ക് കണ്ടെയ്ൻസ് ആൻ അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി ഓതൻറ്റിക്കേറ്റഡ് ബൈ ദ ഡ്രോയർ. അതായത് അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാ ഉള്ള മെറ്റീരിയൽ ഓൾട്രേഷൻ, അതായത് ഫേസ് ഓഫ് ദ ചെക്കിൽ തന്നെ എന്തുണ്ട്, ആ ഓൾട്രേഷൻ ഉണ്ട് അവിടെ. അതാണെങ്കിൽ പ്രോപ്പർലി ഡ്രോയർ, ശരിക്കും നമ്മളിപ്പോൾ ഒരു ചെക്ക് തെറ്റ് പറ്റി വെച്ചാൽ നമുക്ക് താഴെ എന്ത് ചെയ്യാം, ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. നമ്മൾ സൈൻ ചെയ്ത് കൊടുത്താൽ അതിന് പ്രൂഫ് ഉണ്ട് നമ്മൾ ചെയ്തതാണെന്നല്ല. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ വളരെ വാലിഡ് ആണ് അവിടെ. അതുകൊണ്ട് തന്നെ ചെക്ക് കണ്ടെയ്ൻസ് അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ ഈസ് ദർ, പക്ഷേ എന്തില്ല, പ്രോപ്പർലി ഓതൻറ്റിക്കേറ്റഡ് ബൈ ദ ഡ്രോയർ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാങ്കർ എന്താ ചെയ്യുക, റെഫ്യൂസ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ചെക്ക്. ആ ചെക്കിന് പേയ്മെൻറ്റ് കൊടുക്കില്ല, റെഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യപ്പെടാത്ത സാഹചര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് റെഫ്യൂസ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യുക. ഷുഡ് നോട്ട് റെഫ്യൂസ് ചെയ്യപ്പെടാത്ത സാഹചര്യം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്? അപ്പോൾ ഇവിടെ എന്തായാലും ഫസ്റ്റ് കേസിൽ എന്തായാലും പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് റെഫ്യൂസ് ചെയ്യും. കാരണം അവിടെ അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ നടന്നു, പക്ഷെ പ്രോപ്പർലി ഡ്രോയർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് റെഫ്യൂസ് ചെയ്യും. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ദ ചെക്ക് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് പേയ്മെൻറ്റ് കൊടുക്കില്ല. നോർമലി ഒന്നെങ്കിൽ അവിടെ എടുത്തു വയ്ക്കും, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ വരാൻ പറയും അല്ലേ. ദ ചെക്ക് ബിയേഴ്സ്, അപ്പോൾ അതുകൊണ്ട് അതും ഉത്തരമല്ല. ദ ചെക്ക് ബിയേഴ്സ് എ മോർ ദാൻ 2 എൻഡോഴ്സ്മെൻറ്റ്, രണ്ടിലധികം മോർ ദാൻ 2 എൻഡോഴ്സ്മെൻറ്റ് ഉണ്ട്, ചെക്കിന് ഉണ്ട്. അപ്പോൾ ഇതാണ് CSEB ഇതാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ആവും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചെക്ക് ബിയേഴ്സ് മോർ ദാൻ 2 എൻഡോഴ്സ്മെൻ്റ് ആണ് ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിലും
അതാണ് ആൻസർ കീയിലുള്ളത്. പക്ഷെ അതല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അതല്ല. അങ്ങനെ എൻഡോഴ്സ്മെൻറ്റ് ഒന്നിലേറെ എൻഡോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് കുറച്ച് ആംബിഗ്യസ് ആയിരിക്കും. അതുകൊണ്ട് പേയ്മെൻറ്റുകൾ കൊടുക്കില്ല കേട്ടോ. പക്ഷേ ദ ചെക്ക് ഈസ് ഡ്രോൺ ഓൺ അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് മടക്കാൻ പറ്റില്ല. കാരണം ദ ചെക്ക് ഡ്രോൺ ചെയ്തിട്ടുള്ളത് അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആൻസറായിട്ട് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. പിന്നെ അവർ തിരുത്തി കൊടുത്തോന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 2 കേസും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുകയാണ് പ്രധാനം. കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്തുകൊണ്ട് നോ പറയുന്നു, എന്തുകൊണ്ട് എസ് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് കേട്ടോ. ഇനി അല്ല ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് വന്നത്. ആൻസർ കീയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റിപ്ലൈ തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇങ്ങനെയാണ് ആൻസർ കീ. അവർ 2 എൻഡോഴ്സ്മെൻറ്റ്, മോർ ദാൻ 2 എൻഡോഴ്സ്മെൻറ്റ് കണ്ടു, അതാണ് കണ്ടത്. പക്ഷേ ഇത് ചെക്ക് ഈസ് ഡ്രോൺ ഓൺ അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക് ആകുമ്പോൾ അവർക്ക് എന്തായാലും റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണം കൊണ്ട് റിഫ്യൂസ് ചെയ്യാമെന്ന് കേട്ടോ. വെൻ ദ ബാങ്കർ ഷുഡ് നോട്ട് എന്നൊക്കെ റിഫ്യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർലി ഡ്രോൺ ചെയ്തിട്ടുണ്ട്, കാരണം ഡേറ്റും എമൗണ്ടും പേയും ഒക്കെ കറക്റ്റായിട്ട് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. നോ മേജർ ഇറഗുലാരിറ്റീസ് ആണെങ്കിൽ എന്തായാലും റിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. വാലിഡ് ആൻഡ് ടൈംലി ആണ്. ശരിക്കും സ്റ്റേൽ ചെക്ക് ആണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് വാലിഡിറ്റി പീരീഡിൻ്റെ ഉള്ളിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാങ്കിങ് ഹവേഴ്സിലായിരിക്കണം കേട്ടോ. ബാങ്കിങ് ഹവേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതും നോട്ട് ചെയ്യാം. ഡ്യൂറിങ് ബാങ്കിങ് ഹവേഴ്സ് ആയിരിക്കണം. അതും എന്താണ്, മടക്കാൻ പറ്റില്ല. നോ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ കസ്റ്റമർ കൊടുത്തു ചെക്ക്, പക്ഷേ അയാൾക്ക് പിന്നെ ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ ബാങ്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത് ഇങ്ങേരെ അറിഞ്ഞിടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്കിന് എന്ത് ചെയ്യാം, മടക്കാം. കാരണം ഇങ്ങനെ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറയാം. അതുപോലെ ഡെത്തോ ഇൻസോൾവൻസിയുടെ കേസ് വന്നാലും നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു മറ്റേ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാം, കുഴപ്പമില്ല. പെട്ടെന്ന് മരിച്ചുപോയി, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നോ നോട്ടീസ് ഓഫ് ഡെത്ത് ഇൻസോൾവൻസി അതുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. പ്രോപ്പർ എൻഡോഴ്സ്മെൻ്റ് ആണോ നോക്കണം, സ്റ്റേയിലാണോ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, വാലിഡിറ്റി പീരീഡിൻ്റെ ഉള്ളിലാണ്. അല്ല പ്രസൻറ്റ് ചെയ്ത് വെച്ചാൽ മടക്കും, റിഫ്യൂസ് ചെയ്യും കേട്ടോ. ഇനി വെൻ എ ബാങ്കർ ക്യാൻ റിഫ്യൂസ്, എപ്പോൾ റിഫ്യൂസ് ചെയ്യാം, ഇൻസഫീഷ്യൻറ്റ് ഫണ്ട് വന്നാൽ ഇവർക്ക് റിഫ്യൂസ് ചെയ്യാം കേട്ടോ. ഇത് നോട്ട് റിഫ്യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കണം, പ്രോപ്പർലി ഡ്രോൺ ആണെങ്കിൽ കൊടുക്കണം, വാലിഡ് ആൻഡ് ടൈംലി ആണെങ്കിൽ കൊടുക്കണം, സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല, ഇല്ലാച്ചാൽ കൊടുക്കാം. നോട്ടീസ് ഓഫ് ഡെത്തും ഇൻസോൾവൻസി ഒന്നും കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ കൊടുക്കാം. പ്രോപ്പർ എൻഡോഴ്സ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. സ്റ്റേയിലല്ല, നോട്ട് സ്റ്റേയിലാണെങ്കിൽ കൊടുക്കാം. റിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഫണ്ട് ഇൻസഫീഷ്യൻ്റ് ആണ്, കൊടുക്കാൻ പറ്റില്ല. ഫോർജ്ഡ് സിഗ്നേച്ചറാണ് അവിടെ ഇട്ടിട്ടുള്ളത്, മെറ്റീരിയൽ ഓൾട്രേഷൻ നടത്തിയിട്ടുണ്ട്, ചുരണ്ടിയിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല. ഓൾഡ് ആയിട്ടുള്ള ചെക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്, 3 months ഒക്കെ കഴിഞ്ഞു പോയി, കൊടുക്കാൻ പറ്റില്ല, റിഫ്യൂസ് ചെയ്യും. പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്, ബിഫോർ ദ ഡേറ്റ് ആണ്, കൊടുക്കാൻ പറ്റില്ല. കസ്റ്റമർ ഡെത്തോ ഇൻസാനിറ്റിയോ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല. ഗാർണിഷ് ഓർഡർ വന്നു, കോർട്ട് പെട്ടെന്ന് തന്നെ ഫണ്ട് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല. ഇറഗുലാരിറ്റീസ് ഉണ്ട്, അതായത് കീറിയതാണ്, ആംബിക്കോസ് സംശയമുണ്ട്, സിഗ്നേച്ചർ മിസ്സിംഗ് ആണ്, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ മാത്രം പെർമിഷനോട് കൂടി ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എന്തുണ്ട്, കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാകും വരിക. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സുഖമായിട്ട് പോയിട്ട് അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാങ്കിങ് ചോദിക്കുന്നത്. വർഷങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്,
ഒക്കെ ഈ പ്രാക്ടിക്കലി ഉള്ള അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, കാര്യങ്ങൾ ആ ഒരു കാണാതെ പഠിക്കാതെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വയ്ക്കുക, അത്രയേ വേണ്ടൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു ഒബ്ലിഗേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതിന് പിന്നെ കറക്റ്റ് ആൻസർ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബാങ്കർ ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു. ബാങ്കർക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ പറയുന്നത് എന്തിലാണ്? സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ് കേട്ടോ, ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ വരുന്നത് ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് ആണ്. അപ്പോൾ ബാക്കിയൊന്നും ഒബ്ലിഗേഷൻ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ലിഗേഷൻ തന്നെയാണ്. എക്സസൈസ് ലീൻ എക്സസൈസ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട് ബാങ്കിന്. ഹോണർ കസ്റ്റമേഴ്സ് ബില്ല് ഹോണർ ചെയ്യാനും അടയ്ക്കാനുമുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ഹിസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, അതും ഒരു പ്രധാനപ്പെട്ട ഒബ്ലിഗേഷൻ അല്ലേ? ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് മാത്രം സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ ലീഗൽ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ദ ബാങ്കർ ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അണ്ടർ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട്. ഏത് സ്റ്റാറ്റ്യൂട്ടിലാണ് പറയണത്? NI ആക്ടിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഓണർ കസ്റ്റമേഴ്സ് ചെക്ക് മാത്രം സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്നും ബാക്കിയുള്ളത് നോർമൽ ഒബ്ലിഗേഷൻ എന്നുള്ള ലെവലിലും പഠിക്കുന്നത് കേട്ടോ. അതായത് സെക്ഷൻ 31 പറയുന്നുണ്ട് എന്ത്? ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഓണർ കസ്റ്റമേഴ്സ് ചെക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം റോങ്ഫുൾ ഡിസോണർ സംഭവിച്ചു കഴിഞ്ഞാൽ ലയബിലിറ്റിയുടെ കാര്യങ്ങളെ കുറിച്ചും സെക്ഷൻ 31 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് കാരണമാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെന്ന് പറയുന്നത്, ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് കേട്ടോ. സാധാരണ പിന്നെ ബാങ്കർക്ക് ജനറൽ റിലേഷൻഷിപ്പും ഉണ്ട്, സ്പെഷ്യൽ റിലേഷൻഷിപ്പും ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിലേഷൻഷിപ്പിലുള്ളതാണ് ഇത്തരത്തിലുള്ള ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ ഒരു ജനറൽ റിലേഷൻഷിപ്പും സ്പെഷ്യൽ റിലേഷൻഷിപ്പും. ജനറൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ബാങ്കർ ട്രസ്റ്റിയാണ്, ബാങ്കർ ഡെറ്റർ ക്രെഡിറ്റർ, ആ ഒരു റിലേഷൻഷിപ്പാണ് പറയുന്നത്. സ്പെഷ്യൽ റിലേഷൻഷിപ്പിലാണ് ഈ ബാങ്കറുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഒബ്ലിഗേഷനാണ് ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഓണർ കസ്റ്റമേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. കാരണം സഫീഷ്യൻറ്റ് മണി ഷുഡ് ബി അവൈലബിൾ ഇൻ കസ്റ്റമേഴ്സ് ചെക്ക്. ചെക്കിൽ സഫീഷ്യൻറ്റ് മണി ഉണ്ടെങ്കിൽ എന്താ, ആൾക്ക് ഒബ്ലിഗേഷൻ ഉണ്ട് കൊടുക്കാൻ അല്ലേ. ഫണ്ട്സ് മസ്റ്റ് ബി പ്രോപ്പർലി അപ്ലിക്കബിൾ ആയിരിക്കണം. ചെക്ക് കൊടുക്കാൻ, പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർലി അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കണം ഫണ്ടിന്. ബാങ്കർ ഈസ് ഡ്യൂലി റിക്വയർഡ് ടു പേ ദ ചെക്ക്. ദർ മസ്റ്റ് ബി ലീഗൽ, എന്തെങ്കിലും ലീഗൽ ബാർ ഉണ്ടോ അവിടെ? പാടില്ല. ദർ മസ്റ്റ് ബി നോ ലീഗൽ ബാർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ബാങ്കേഴ്സ് ഒബ്ലിഗേഷൻ ടു ഓണർ കസ്റ്റമേഴ്സ്. അതുകൂടാതെ പലതരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ട് ബാങ്കർക്ക്. മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവം. ആരെങ്കിലും ചോദിച്ചാൽ പോയി പറയുമോ? ഇപ്പുറത്തുള്ള ആൾക്കാരുടെ നമ്മളെ ബാങ്കിൽ പോയ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ പറയില്ല. ജനറൽ ലീനിനുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റ് ഓഫിനുള്ള റൈറ്റ് ഉണ്ട്, ബാങ്കേഴ്സിന് അപ്രോപ്രിയേഷനുള്ള റൈറ്റ് ഉണ്ട്, ചാർജ് ഇൻട്രസ്റ്റും ഇൻസിഡൻ്റൽ ചാർജസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കില്ലേ, അതിനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ റൈറ്റും ഉണ്ട്, ഈ ഒരു ഒബ്ലിഗേഷനും ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ് ഓണർ കസ്റ്റമേഴ്സ് ചെക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക് വന്നാൽ സെക്ഷൻ 31 പറയുന്നുണ്ട് ബാങ്കർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ഡ്രോയർക്ക് എനി ലോസ്, അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് കോസ്റ്റ് ബൈ ഡീഫോൾട്ട് ഓൺ ഹിസ് പാർട്ട് ഇൻ ഡിസോണിങ്. ഈ ചെക്ക് ഡിസോണറുമായി ബന്ധപ്പെട്ട് ആൾക്ക് സഫീഷ്യൻറ്റ് റീസൺ, വിത്തൗട്ട് സഫീഷ്യൻറ്റ് റീസൺ ഇല്ലാതെ, ആളുടെ കയ്യിൽ ഫണ്ടില്ല, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, അതൊന്നും ഇല്ലാതെ ചുമ്മാ റോങ്ഫുൾ ഡിസോണർ വന്നു കഴിഞ്ഞാൽ എന്താണ്, സെക്ഷൻ 31 പ്രകാരം ബാങ്കർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ഇറ്റ്. ഡ്രോവർക്ക് അതുപോലെ ഉണ്ടായ സാമ്പത്തിക നഷ്ടം, ചിലപ്പോൾ മാനഹാനിയാവാം, അയാൾക്ക് മോശം വന്നിട്ടുണ്ടാവും, മോശം ഇമേജ് വന്നിട്ടുണ്ടാവും അല്ലേ അതുമൂലം. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ ബാങ്കറുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബാങ്കർക്ക് ഇതൊരു ലയബിലിറ്റിയും കൂടിയാണ്. ബാങ്കേഴ്സ് ലയബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് റോങ്ഫുൾ ഡിസോണർ. റോങ്ഫുൾ ഡിസോണർ വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ ഫിനാൻഷ്യൽ ലോസ് സഫേർഡ് ബൈ ദ കസ്റ്റമർ ആര് കൊടുക്കണം? ബാങ്കർ കൊടുക്കണം കേട്ടോ. ദ ലോസ് ഓഫ് ക്രെഡിറ്റ് ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദ, അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബിസിനസ്സിൽ ചെക്ക് കൊടുത്തു, അത് കറക്റ്റായിട്ട് മാറിയില്ലെങ്കിൽ അയാളുടെ ജെനുവിനിറ്റീനെ അവിടെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ബാങ്കിൻ്റെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓണർ കസ്റ്റമേഴ്സ് ഒക്കെ ചെറിയൊരു വിഷയമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സെക്ഷൻ 31 അതുമായി കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പിന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം ഫാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി അതായത് 10 ക്വസ്റ്റ്യനും കൂടി ഇനി ബാങ്കിങ്ങിലുണ്ട് കേട്ടോ. 1/2024 കുറച്ചധികം ഫാക്ട് വന്ന കാരണം അത്യാവശ്യം വീഡിയോ ലെങ്തിയാണ്. അപ്പോൾ ഇനി അടുത്ത 10 കൂടി നമ്മൾ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്താൽ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത 10 നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.